കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ സിപിഎമ്മിന് വിമർശനം. സിപിഎം അണികൾ വ്യാപകമായി ക്രോസ് വോട്ട് ചെയ്തു. സാധാരണ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ എൽഡിഎഫ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നിങ്ങനെയാണ് വിമർശനങ്ങൾ ഉയരുന്നത്. ജി ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, പ്രതീക്ഷിച്ചിരുന്നതാണ് വിമർശനം. ഇനി റോഷി അഗസ്റ്റിന് കാര്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടി വന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് പൊതു ചർച്ച ഉണ്ടാകുക. മറ്റ് ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുകയായിരുന്നു ഇതുവരെയുള്ള സമയം. ഈ ഇതിലാണ് ഈ പലയിടത്തും പല മണ്ഡലങ്ങളിലും ഇടത് വോട്ടുകൾ, സിപിഎം വോട്ടുകൾ ചോർന്നുപോയി, അതായത് ക്രോസ് വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ നേതാക്കൾ ഉന്നയിച്ച ആരോപണം. അത് പല മണ്ഡലത്തിലുണ്ട്. റാന്നി ഉൾപ്പെടെ, പാല ഉൾപ്പെടെ, അങ്ങനെ ഏതാണ്ട് തോറ്റ മണ്ഡലങ്ങളിലെല്ലാം സമാനമായ സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതാണ് തോൽവിക്ക് കാരണം എന്നാണ് ചില നേതാക്കളെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പ്രമോദ് നാരായണൻ, റോഷി അഗസ്റ്റിൻ തുടങ്ങിയവർക്കെതിരെ വിമർശനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുന്നണി മാറ്റം അടക്കമുള്ള നീക്കങ്ങൾക്ക് തടയിട്ടത്, അത് പൊളിച്ചത് ഇവരാണ് എന്ന ആക്ഷേപം യോഗത്തിലുണ്ട്. അതേസമയം തന്നെ ഉച്ചവരെയുള്ള യോഗത്തിൽ ഇതുവരെയും സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA ഹാജരായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഇക്കാര്യത്തിൽ ജോസ് കെ മാണി അതൃപ്തി അറിയിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പാർട്ടി വളരെ ഗൗരവത്തോടെ കണ്ടിരുന്ന ഒരു യോഗമാണ്. പക്ഷേ അതിൽ ഏറ്റവും കൗതുകരം സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ മാത്രമല്ല, ബാക്കി പല നേതാക്കളും വൈകിയാണ് എത്തിയത്. ഡോക്ടർ എൻ ജയരാജും പ്രമോദ് നാരായണനും ഒക്കെ വൈകിയെത്തി. സാധാരണഗതിയിൽ ഈ നേതാക്കളെല്ലാം ഒരുമിച്ച് യോഗത്തിന് കയറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടായില്ല. മാത്രമല്ല, ഏതാണ്ട് 72ഓളം അംഗങ്ങളാണ് നിലവിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഉള്ളത്. അതിൽ പകുതിയോളം അംഗങ്ങളും എത്തിയില്ല എന്നുള്ളതാണ് നമുക്ക് യോഗത്തിൽ കാണാൻ സാധിച്ചത്. അതായത് ഫലത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കേരള കോൺഗ്രസ് എം പോയി എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയായി കൂടി മാറുകയാണ് ഇന്നത്തെ യോഗം. ഉച്ച തിരിഞ്ഞുള്ള യോഗത്തിൽ ഒരുപക്ഷെ കൂടുതൽ വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ട്. ജി ശ്രീജിത്താണ് നൽകിയത്, കോട്ടയത്ത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.